ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഞാൻ ഇന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു കുപ്പി വെള്ളം കുടിക്കും. അത് ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് ട്ടോ ഞാൻ ഈ ശീലം തുടങ്ങിയേക്കണത്. കാരണം നേരത്തെ ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഒരു അറിവില്ലായ്മ കൊണ്ടാവാം ചിലപ്പോ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് എനിക്ക് ചൂട് ചായ വേണം, തിളച്ച ചായ തന്നെ വേണം. അതും വെറും വയറ്റിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ തിളച്ച ചായ കുടിക്കാന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചർ ആണ്. ഇത്രനാൾ ഞാൻ അങ്ങനെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണം കേട്ടോ. തിളച്ച ചായയെ കുടിക്കുള്ളൂ. അപ്പോ ഈ ഇടക്കാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ കുടിക്കരുത്, അതൊക്കെ ഭയങ്കര ഹെൽത്തിന് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാക്കും എന്നുള്ളത്. എന്നെ പോലെ ആരെങ്കിലും ഇതുപോലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചൂട് ചായ കുടിക്കുന്നവരാണ് എങ്കിൽ അതും വെറും വയറ്റില് അത് ഇന്നത്തോടെ നിർത്തിക്കോ. ആദ്യം തന്നെ വല്ല വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കുടിച്ചിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. അപ്പൊ ഞാൻ കുറച്ച് നാളായി ഈ ശീലം തുടങ്ങിയിട്ട്. ആദ്യമേ വെള്ളം കുടിക്കും, ഈ ഒരു ബോട്ടില് എന്തായാലും വെള്ളം കുടിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ. ആദ്യമൊക്കെ ഇച്ചിരി പാടാണ് വെറും വയറ്റിൽ വെള്ളം കുടിക്കാന്ന് പറഞ്ഞാല്. പിന്നെ പിന്നെ ഇപ്പൊ ശീലായി. അപ്പൊ ഞാൻ പിള്ളേർക്കാണെങ്കിലും എഴുന്നേൽക്കുമ്പോൾ തന്നെ വെള്ളം കൊടുക്കണം. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പിള്ളേരുടെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഞാൻ കാട്ടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഞാൻ ചായയെ കൊടുക്കാറില്ല, എഴുന്നേൽക്കുമ്പോൾ തന്നെ അവർക്ക് വെള്ളമാണ് കൊടുക്കണത് കുടിക്കാൻ. അപ്പൊ ഞാൻ ഇന്ന് എന്തൊക്കെയാ കഴിക്കണേന്ന് നമുക്ക് കണ്ടാലോ. വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ ചായ കുടിക്കും. പാൽ ചായയാണ് കുടിക്കണത്. അതിനുശേഷം ഇന്ന് ബ്രെഡ് ആവിയേറ്റിയതും ചിക്കൻ കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ എത്ര പേര് ബ്രെഡൊക്കെ ഇങ്ങനെ ആവിയേറ്റി കഴിക്കാറുണ്ട്? അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വെള്ളം വെച്ചിട്ട് അതിന്റെ പൊക്കത്ത് ഇങ്ങനെ ബ്രെഡ് നിരത്തി വെച്ചിട്ട് ഇങ്ങനെ ആവിയേറ്റി തിന്നുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയാണ്, എടുത്തിട്ടില്ല. ഇത് രാത്രി ഉണ്ടാക്കി വെച്ച ചിക്കൻ കറിയാണ്. പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ രാവിലെ കഴിക്കാലോ. എല്ലാം നല്ലോണം ചിക്കനിലൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ രാവിലെ കഴിച്ചത് ബ്രെഡും ചിക്കൻ കറിയാണ്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിന്നെ രാവിലെ നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ച് തീർത്തില്ലേ, അപ്പോൾ അത് വീണ്ടും ഞാൻ നിറച്ച് വെച്ചായിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. പിന്നെ വീട്ടിലെ കുറച്ച് പണിയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ടയേർഡായി. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഏത്തപ്പഴം കൂടി കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴേക്കാണ് കേട്ടോ ഞാൻ ചോറ് കഴിക്കണത്. ചോറും പിന്നെ അതേ സവാള അരിഞ്ഞിട്ട് അതിൽ നാരങ്ങ പിഴിഞ്ഞിട്ടതാണ്, ഉപ്പൊന്നും ഇട്ടില്ല. സവാള അരിഞ്ഞിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ടതാണ്. പിന്നെ ചിക്കൻ കറിയും. എനിക്ക് ഇങ്ങനെ സവാളയൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സവാളയിൽ ഇച്ചിരി നാരങ്ങ നീരൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ചിക്കൻ കറിയും കൂടി ചോറ് കഴിച്ചു. ഒരു 3 മണി ആയപ്പോഴത്തേക്കും ചായ കുടിച്ചു. ഞാൻ എപ്പോഴും 3 മണി ആ ടൈമിൽ ചായ വെച്ച് കുടിക്കൂട്ടാ. എനിക്ക് 3 മണിയാകുമ്പോൾ ചായ ചായ എന്നുള്ളൊരു തോന്നലാണ്. അപ്പം ഞാൻ ചായ വെച്ച് കുടിക്കും. അപ്പോൾ കട്ടൻ ചായ ഹസ്ബൻഡിനാണ് കേട്ടാ. പിന്നെ എനിക്ക് പാൽ ചായ. ഞാൻ കട്ടൻ ചായ കുടിക്കില്ല, പാൽ ചായ കുടിക്കുള്ളൂ. പിന്നെ ചായക്ക് ഇങ്ങനെ പലഹാരങ്ങളൊക്കെ വേണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല കേട്ടോ. എനിക്ക് ചായ വെറും ചായ കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ ഹസ്ബൻഡ് സ്നേഹത്തോടെ കൊണ്ടു തരുമ്പോൾ എങ്ങനെ കഴിക്കാണ്ടിരിക്കണേ. അപ്പോൾ ഒരെണ്ണെടുത്ത് അങ്ങോട്ട് കഴിക്കും. അപ്പൊ ഇനി രാത്രി ചോറ് കഴിക്കാൻ പോവാണ്. ചിക്കൻ കറി ഉണ്ട്, പിന്നെ നല്ല കുത്തരി ചോറുണ്ട്, ബീറ്റ്റൂട്ട് മെഴുക്ക് വരട്ടിയുണ്ട്. അപ്പൊ ചോറ് കഴിക്കട്ടെ കേട്ടാ. ദേ ഇപ്പൊ ഞാൻ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് 3 ഈന്തപ്പഴം കഴിക്കണുണ്ട്. പിന്നെ കുട്ടികൾ തന്നാണ് ഈ ചോക്ലേറ്റ്, അതും കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫുഡിന്റെ വിശേഷങ്ങള്. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പൊ ഇനി പല്ലൊക്കെ തേച്ച് കിടന്നുറങ്ങും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, രാവിലെയും രാത്രിയൊക്കെ ഒന്ന് പല്ല് തേക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. എല്ലാ ദിവസവും ഇങ്ങനെ ഹെവി ആയിട്ടുള്ള കറികളൊന്നും ഉണ്ടാവാറില്ല. അപ്പോ ഒരു ചമ്മന്തിയുള്ള ദിവസങ്ങളും ഉണ്ട്. അപ്പോ അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ, അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങളുള്ളപ്പോ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എടുത്തത്. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പൊ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.